നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രസമാണ്. നെല്ലിക്ക വെച്ചിട്ടാണ് ഈ രസം തയ്യാറാക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ആഹാരത്തിൽ പുളി ഉൾപ്പെടുത്താൻ പറ്റാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നെല്ലിക്ക രസം നല്ലൊരു ഓപ്ഷനാണ്. ശരിക്കും നെല്ലിക്ക രസത്തിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നെല്ലിക്കയിൽ തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ കുറച്ച് പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രസമാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വാളൻപുളി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കും. ഈ ഒരു രസം ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോയും വാളൻപുളിയും ചേർക്കാതെ നെല്ലിക്ക മാത്രം വെച്ചിട്ടും ഈ ഒരു രസം ഉണ്ടാക്കാം. കാരണം നെല്ലിക്കയിൽ ഒരു പുളിരസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പുളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിന് മാത്രമേ പുളി ചേർക്കാവൂ, കൂടി പോകാതെ നോക്കണേ. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ റെഡിയാക്കുമ്പോഴത്തേക്ക് പുളിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാം. അതായത് ഈ 5 നെല്ലിക്കയും ഒരുമിച്ച് മിക്സിയിൽ ചെറിയ ചാലം ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 എണ്ണം മാത്രം ചതച്ചെടുക്കുന്നുണ്ട്, ബാക്കി 3 എണ്ണം അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി 3 നെല്ലിക്ക ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ചോറിൽ രസം ഒഴിച്ച് കഴിക്കുമ്പോൾ നെല്ലിക്കയും കൂടി ഒന്ന് കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചെയ്യാം. ഇനി അടുത്തായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 3 മുതൽ 5 അല്ലി വെളുത്തുള്ളി വരെ ചേർക്കാം. 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതായത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ രസം ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ രസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന പുളി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സീഡൊന്നും പോകാതെ നോക്കണേ. ഇനി അടുത്തായിട്ട് നമുക്ക് രസത്തിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. 1.5 മുതൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. പിന്നെ മിക്സി കഴുകിയും കൂടി വെള്ളം ചോദിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അതും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തായിട്ട് കായം ചേർക്കാം. ഒന്നുകിൽ ഈ ഒരു വലുപ്പത്തിന് കട്ടക്കായം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 3 നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കുക. രസം ഒന്ന് തിളച്ചിരുമ്പോൾ നെല്ലിക്കയും പാകത്തിന് ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. രസത്തിൻ്റെ കൂട്ട് ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളല്ലേ. ഇനി ഗ്യാസ് ഓണാക്കി മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം മൺചട്ടി വെച്ചെടുക്കുക. ഇതൊരു 2 മുതൽ 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രസം നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കായത്തിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത നെല്ലിക്കയും അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് അത്ര മതിയാവും കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു സെക്കൻഡ് ചെറുതായിട്ടും ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് നിന്ന് താളിച്ചും കൂടി ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രസം സ്പെഷ്യലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ താളിക്കുമ്പോൾ വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത്, കുറച്ച് നെയ്യാട്ടോ ചേർക്കുന്നത്. അതാണ് ഈ ഒരു രസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നെയ്യ് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, കരിവേപ്പില, 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതോടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. വറ്റൽമുളക്, ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കായപ്പൊടി, അത് ചേർക്കാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. കുറച്ചേറെ മല്ലിയിലയും കൂടി ചേർക്കുക. അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനിയും താളിച്ചത് രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കുറച്ച് രസം എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യിൽ താളിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. ഇനി ലിഡ് അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ നെല്ലിക്ക രസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചൂട് രസം ഒഴിച്ചിട്ട് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു രസം ഉണ്ടെങ്കിൽ അധികം കറികളൊന്നും ആവശ്യമില്ല. പപ്പടമോ അച്ചാറോ തന്നെ ധാരാളം മതിയാവും. ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ചേർത്ത നെല്ലിക്കയും കൂടെ കൂട്ടി കഴിക്കണേ. അപ്പോൾ നെല്ലിക്ക ഉണ്ടോ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്